ടി സിദ്ദിഖ് എം.എൽ.എക്കെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി CPIM വയനാട് ജില്ലാ കമ്മിറ്റി. കോഴിക്കോടും വയനാടും വോട്ട് ചേർത്തെന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെറ്റുപറ്റിയതെന്ന് വിശദീകരിച്ച MLA ആരോപണം തള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പുതിയ വോട്ടർ പട്ടികയിലാണ് കോൺഗ്രസ് നേതാവും കൽപ്പറ്റ MLAയുമായ ടി സിദ്ദിഖിന് 2 വോട്ടുകളുണ്ടെന്ന് CPIM ആരോപിക്കുന്നത്. വയനാട് കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ 25 ഓണിവയലിലും കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ പന്നിയൂർകുളത്തുമാണ് MLAയുടെ പേരുള്ളത്. വോട്ട് ചോരി വിവാദം ഉൾപ്പെടെ കോൺഗ്രസ് സജീവമാകുന്ന സാഹചര്യത്തിലാണ് രേഖകൾ പുറത്തുവിട്ടുള്ള CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖിന്റെ ആരോപണം. കൽപ്പറ്റയിൽ വോട്ട് ചേർത്തപ്പോൾ കോഴിക്കോട്ടെ വോട്ട് ടി സിദ്ദിഖ് റദ്ദാക്കിയില്ലെന്ന് കെ റഫീഖ്. സത്യസന്ധതയില്ലാത്ത പ്രവർത്തനം പൊതുപ്രവർത്തകർ തുടരാൻ പാടില്ല. ഇതൊരു സത്യസന്ധതയില്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തെറ്റായ രീതി കാണുമ്പോൾ ആളുകൾ അത് ഗൗരവത്തിൽ കാണും. ആ ഒരു ഗൗരവമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. CPIM ആരോപണം പൂർണ്ണമായും തള്ളിയാണ് ടി സിദ്ദിഖ് MLAയുടെ പ്രതികരണം. ഫോം നമ്പർ 4 അനുസരിച്ച് താമസസ്ഥലം മാറ്റാൻ അപേക്ഷ നൽകിയിരുന്നു. മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്നും MLA പറഞ്ഞു. സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രൽ ഓഫീസറുടെ വീഴ്ചയെന്നും MLA. ഞാൻ ഫോം നമ്പർ 4 അനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തു. വോട്ടർ ID അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ട്രൽ ഓഫീസറുടെ ഉത്തരവാദിത്തം. ഇപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ യഥേഷ്ടം അപേക്ഷകൾ പലയിടത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന ഒരു ലാപ്സാണ്. CPIMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ജില്ലാ സെക്രട്ടറി ശ്രമിക്കുന്നതെന്നും BJPയെ സഹായിക്കാനാണ് CPIM ശ്രമിക്കുന്നതെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. ന്യൂസ് മലയാളം, വയനാട്.